ഹലോ മൈ പീപ്സ്. സോ അങ്ങനെ ധനാങ്ങിനോട് ഫൈനലി ഇവിടെ പറയാൻ സമയമായിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് ദനാങ് എയർപോർട്ടിലെ ടെർമിനൽ 1-ലാണ്. ഇവിടെ നിന്ന് നമ്മൾ വിയറ്റ്ജെറ്റിലാണ് ഹനോയിലേക്ക് യാത്രയാവുന്നത്. എൻ്റെ സീറ്റ് കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. വേറൊന്നുമല്ല, ഞാൻ സീറ്റ് ബുക്ക് ചെയ്തപ്പോൾ എമർജൻസി എക്സിൻ്റെ അടുത്തായിട്ടാണ് ബുക്ക് ചെയ്തത്. സോ ഐ ഗോട്ട് മോർ ദാൻ ഇനഫ് ലെഗ് സ്പേസ്. ആദ്യമായിട്ടാണ് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. ഫൈനലി വി റീച്ച്ഡ് ഇൻ അവർ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ വിയറ്റ്നാമിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ഹാനോയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലരും അവിടെ വിയറ്റ്നാം യാത്ര തുടങ്ങുന്നത് ഹാനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ നിന്നുമായിരിക്കും. പക്ഷേ ഞങ്ങൾ യാത്ര അവസാനിപ്പിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഓൾഡ് ക്വാർട്ടറിലേക്കല്ല. അവിടെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തൊട്ടടുത്തായിട്ട് മറ്റൊരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാറിലിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാ മനുഷ്യരും എന്തോ വലിയ പാൻഡമിക് വന്ന പോലെ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു വൈ ദി സിറ്റി ലുക്സ് സോ ഹേസി ആൻഡ് ഗ്രേ എന്നുള്ളത്. പിന്നീടാണ് അറിയുന്നത് മറ്റൊരു ഡൽഹിയാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും മോശം അവസ്ഥയിലാണെന്നുള്ളത്. ഞങ്ങൾ ചെന്നപ്പോൾ വളരെ മിസ്റ്റി ആയിട്ടുള്ള തണുത്തൊരു കാലാവസ്ഥയായിരുന്നു. മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നിർജ്ജീവമായിട്ടുള്ളൊരു സൂര്യനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സൂര്യനാണോ ചന്ദ്രനാണോ എന്ന് പറയാൻ വയ്യാത്തൊരവസ്ഥ. മേ ബി പൊല്യൂഷൻ കൊണ്ടായിരിക്കാം. എവിടെ പോയാലും ഫുഡ് അടിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു മെയിൻ കാര്യം. അപ്പോൾ ഹോട്ടലിലെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ കയറി. വിയറ്റ്നാമിൽ ഇത്തരത്തിലുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകൾ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ചാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ധാരാളം വെജിറ്റേറിയൻ വിഭവങ്ങൾ അവരുടെ മെനുവിലുണ്ടാകും. അപ്പോൾ മറ്റു വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.